അമേരിക്ക ഇന്ത്യയോട് തോറ്റു തുന്നം പാടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി ചൈന അമേരിക്കയോട് പറയാണ്, മോനെ കളി ഇറക്കല്ലേ ഇന്ത്യയോട്, നീ കളി ഇറക്കിയാൽ കിട്ടുന്ന പണി എട്ടിൻ്റെതായിരിക്കും. ചൈനയാണ് പറയുന്നതെന്ന് ഓർക്കണം. ചൈന ഒരിക്കലും നമ്പാൻ കൊള്ളില്ല. ചൈന എപ്പോഴാണ് പണി തരുന്നതെന്ന് അറിയാനും കഴിയില്ല. പക്ഷേ ഇന്ത്യ വളരുകയാണ്. ഇന്ത്യയെ ഒപ്പം നിർത്തേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ചൈന ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ചൈനയുടെ അംബാസഡറായ ഷു ഷെയ്ങ്ഹോങ് അദ്ദേഹം പറയുകയാണ്, ഇന്ത്യക്കായി സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് മുന്നിൽ ചൈനയാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുവരെ ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു. പക്ഷേ അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ഉയർത്തിയപ്പോൾ ചൈനയും അമേരിക്കയും റഷ്യയും RIC ഒരു സഖ്യമാവുന്നു. അവർ കറൻസി വരെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അത് ചൈനയുടെ ചെറിയ ഗൂഢലക്ഷ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യ കൂടുതൽ പിന്താങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് മേൽ ഇന്ത്യക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ചൈന മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആഗോളതലത്തിൽ പുതിയ ശാക്തിക ചേരി സജീവമാകുമെന്നതിന്റെ സൂചനയാണ് ചൈന മുന്നോട്ട് വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയും ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കും. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഉയർന്ന താരിഫുകളെ ശക്തമായി എതിർക്കുമെന്നാണ് ചൈനീസ് അംബാസഡർ ഷു ഷെയ്ങ്ഹോങ് പറയുന്നത്. വാഷിംഗ്ടണിന്റെ ഈ നടപടിയെ ഗുണ്ടായിസത്തോട് ഉപമിച്ച അംബാസഡർ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ 50% വരെ താരിഫുകൾ ഏർപ്പെടുത്തിയ അമേരിക്ക ഇനിയും താരിഫുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഷു ഷെയ്ങ്ഹോങ് പറയുന്നു. സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് ദീർഘകാലമായി പ്രയോജനം നേടിയ US വിലപേശൽ ഉപാധിയായി താരിഫുകളെ ഉപയോഗിക്കുകയാണെന്നും ചൈന വിമർശിക്കുന്നുണ്ട്. അമേരിക്ക 50% വരെ താരിഫ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും കൂടുതൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചൈന ഇതിനെ ശക്തമായി എതിർക്കുന്നു. ഗുണ്ടയെ നിശബ്ദത കൂടുതൽ ധൈര്യശാലിയാക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഗുണ്ടയായി മാറുന്ന ട്രംപ് കൂടുതൽ ഇരുന്ന് കളിക്കരുത്, ഇന്ത്യ ധൈര്യശാലിയാണ്, ഇന്ത്യ 8ന്റെ പണി തരുമെന്ന് പറയാതെ പറയുകയാണ് ചൈന. ഈ മാസം ആദ്യം റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങിയത് 25% താരിഫിന് പുറമെ 25% പിഴയും ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. പുതിയ നിരക്ക് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിനെയാണ് ചൈനയും ചോദ്യം ചെയ്യുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ ഉലച്ചിലിനും വ്യാപാര കരാർ ചർച്ചകളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന ഊർജ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ ഏറ്റവും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ചൈനയും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ദ്രുതഗതിയിലുള്ള മഞ്ഞുരുകലിന്റെ സൂചനകളാണ് അംബാസഡറിന്റെ പ്രതികരണത്തിലുള്ളത്. 2020 ലഡാക്കിലെ ഗാൽവാൻ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഇപ്പോൾ ബീജിംഗും ഡൽഹിയും ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഊർജിത നീക്കങ്ങളാണ്. ദിവസങ്ങൾക്ക് മുൻപ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഡൽഹിയിൽ 2 ദിവസത്തെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ വ്യാപാര നയങ്ങൾക്കെതിരെ ചൈന പരസ്യമായി രംഗത്തെത്തി. ലോക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെയും ഇന്ത്യ ചൈന ബന്ധങ്ങളിലെ സമീപകാല മുന്നേറ്റങ്ങളുടെയും പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തി ശാന്തമെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരത്തെ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നുമായി ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതായത് ഇന്ത്യ ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്നുള്ള ഒരു പ്രധാന കാര്യം കൂടിയാണ്. ഒരു മഞ്ഞുരുകൽ, ദ്രുതഗതിയിലാകുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മഞ്ഞുരുകലിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നാണ് ജയശങ്കർ പറയുന്നത്. എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം 2025 സംസാരിക്കുമ്പോഴായിരുന്നു ജയശങ്കർ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞത്.
ഡൊണാൾഡ് ട്രംപിനെ പോലെ പരസ്യമായ വിദേശ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു US പ്രസിഡന്റിനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുതന്നെ ഒരു വ്യതിയാനമാണ്. അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രസിഡന്റ് ട്രംപ് ലോകത്തോടും സ്വന്തം രാജ്യത്തോടു പോലും ഇടപെടുന്ന രീതി പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. വ്യാപാരവും വ്യാപാരേതരവുമായ കാര്യങ്ങൾക്ക് ട്രംപ് ആ തീരുവകൾ ഉപയോഗിക്കുന്നത് അസാധാരണമായ കാര്യമാണ്. ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ആദ്യം പൊതുവേദിയിലും അതിനുശേഷം ബന്ധപ്പെട്ട കക്ഷികളോടുമാണ് നടത്തുന്നത്. ഇവയിൽ പലതും പരസ്യമായി പറയപ്പെടുന്നു. ഇത് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കാൻ ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കും ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരായ യൂറോപ്യൻ യൂണിയനുമെതിരെ ട്രംപ് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നും ജയശങ്കർ പറയുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയർത്തണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് റഷ്യ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നില്ല എന്നും ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ബിസിനസ് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുന്നത് തമാശയാണെന്നും US-ഉമായുള്ള വ്യാപാരം ഒരു തർക്ക വിഷയമായി തുടരുമ്പോഴും ഇന്ത്യ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരുമെന്നും ജയശങ്കർ പറയുന്നു. ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത്. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. യൂറോപ്പ് വാങ്ങുന്നു, അമേരിക്ക വാങ്ങുന്നു, അതിനാൽ നിങ്ങൾ വാങ്ങണമെന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ വാങ്ങരുത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങലിനെ കുറിച്ചാണ് ജയശങ്കർ പറയുന്നത്. ഇന്ത്യയുടെ ഈ തീരുമാനം ദേശീയവും ആഗോളവുമായ താല്പര്യങ്ങൾക്കുതകുന്നതാണ്. US-ഉമായി ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ചില ചുമപ്പ് വരകളുണ്ട്. ചർച്ചകൾ നിർത്തിവെച്ചതായി ആരും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു പിണക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചുമപ്പ് വരകൾ പ്രധാനമായും നമ്മുടെ കർഷകരുടെയും ഒരു പരിധിവരെ നമ്മുടെ ചെറുകിട ഉൽപാദകരുടെയും താല്പര്യങ്ങളാണ് എന്നാണ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുന്നത്. എന്തായാലും അമേരിക്ക ഒട്ടും പിന്നോട്ടല്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ പറയുകയാണ് അമേരിക്കയെ ഭയന്ന് എണ്ണ വാങ്ങിയില്ല എങ്കിൽ വാങ്ങണ്ട, അത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് അസംസ്കൃത എണ്ണ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ റിഫൈനറി വഴി നമ്മൾ അതിനെ പല രൂപങ്ങളിലാക്കി പല രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന വില കുറഞ്ഞ എണ്ണ നമ്മൾ മറ്റു പല രാജ്യങ്ങൾക്കും കൊടുക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉക്രൈനെ സന്തോഷിപ്പിക്കാനായി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ട്രംപ് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ചൈന ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മിത്രം, അമേരിക്കയോട് പോകാൻ പറ എന്ന നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത്.